നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ പാഠമായിട്ടുള്ള നമ്മുടെ ഭൂമി എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. പേപ്പറൊക്കെ കിട്ടി, അതിൻ്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അങ്ങനെ ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള പാഠഭാഗങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള ഈ ഒരു കാലം എന്ന് പറയുന്നത്, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പറയുന്ന ഈ ഒരു പീരീഡ് സ്കൂളിൽ ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ചിട്ടുള്ളൊരു സമയമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ശാസ്ത്രമേള, അതുപോലെ ആർട്സ്, സ്പോർട്സ്, പ്രവൃത്തി പരിചയമേള, ഇങ്ങനെയുള്ള മേളകളൊക്കെ നടക്കുന്നത് ഈ ഒരു സമയത്താണ്. അതിന് കുട്ടികൾ പ്രാക്ടീസിനായിട്ട് കുറേ പോവും, അതുപോലെ ഓരോ മത്സരത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവും. അതുപോലെ ടീച്ചേഴ്സ് ബിസി ആയിരിക്കും ഇതിൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സബ് ജില്ലാ മത്സരങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പം അതിന് അത്രയും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഒരുപാട് ക്ലാസ് മിസ്സാവും കുട്ടികൾക്ക്. ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് പോർഷൻസൊക്കെ എക്സാം ആകുമ്പോഴത്തേന് തീർക്കാനുള്ള ഒരു ധൃതിയിലും ആയിരിക്കും അവർ. അപ്പോൾ ഈ ഒരു സമയത്തുള്ള നിങ്ങൾ മാക്സിമം വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് ഓരോ വിഷയവും ഇങ്ങനെ ക്ലാസ്സായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ ഇടാമെന്ന് വിചാരിക്കുന്നത്. സോഷ്യൽ സയൻസ് ഇടും, സയൻസ് ഇടും, ഇംഗ്ലീഷ് ഇടും, മലയാളം ഇടും. ഈ 4 സബ്ജക്റ്റുകളും ഈ യൂട്യൂബ് ചാനലിലിടും 7ാം ക്ലാസ്സിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഞാനിന്ന് എടുക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ നമ്മുടെ ഭൂമി എന്നിട്ടുള്ള 5ാമത്തെ ചാപ്റ്ററാണ്. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 68 നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം തുടങ്ങുന്നത്. അവിടെ ചെറിയൊരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഭൂമി എന്ന് പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? ഭൂമി ഒരു ചുട്ടുപൊള്ളുന്ന ഗോളമായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് കാലം ഇങ്ങനെ നിരന്തരമായിട്ട്, അതായത് തുടർച്ചയായിട്ട് മഴയൊക്കെ പെയ്ത് തണുത്ത ശേഷമാണ് ഭൂമി ഇന്ന് കാണുന്ന രൂപത്തിലായിട്ടുള്ളത്. അവിടെ ഒരുപാട് പച്ചപ്പ്, മരങ്ങൾ, ചെടികൾ, വെള്ളം, ഇങ്ങനെയൊക്കെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ നിരന്തരമായ മഴ പെയ്തതുകൊണ്ടും ഇങ്ങനെ കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടും ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ചിത്രത്തിലേക്കൊന്ന് നോക്കുക. നമ്മുടെ ഒരു ഭൂമിയുടെ ചിത്രമാണ് അല്ലേ അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഓരോ ഭാഗത്തായിട്ടും ആൾക്കാർ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ആൾക്കാർക്ക്, ഈ ഭൂമിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിലുള്ള യാത്രാമാർഗ്ഗം എന്തൊക്കെയാണ്? അതായത് ഒന്നെങ്കിൽ നമ്മൾ കപ്പലിൽ പോകണം, സമുദ്രം വഴി. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൽ പോകണം അല്ലേ. അങ്ങനെ അല്ലാതെ നമ്മൾക്ക് ഈ ഭൂമി തുരന്നിട്ട്, ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്ന ഒരാൾ വേറെ ഒരു രാജ്യത്തേക്ക് പോകണം, ഇപ്പോൾ യൂറോപ്പിക്കോ അല്ല വേണ്ട, നമ്മുടെ ഈ ഒരു ചിത്രം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ആ ഭാഗത്ത് നിന്ന് ഏകദേശം ഓപ്പോസിറ്റൊക്കെ ആയിട്ട് വരുന്ന ഒരു ആഫ്രിക്കൻ ഭാഗം, ആ ഒരു ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭൂമി തുരന്നിട്ട് അതിൻ്റെ അകത്ത് കൂടി യാത്ര ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വല്ല സാധ്യതകളുമുണ്ടോ? അങ്ങനെ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് നമ്മൾക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ സാധ്യമല്ല അല്ലേ. അതിൻ്റെ കാരണം എന്താണ്? അതാണ് ഇനി നിങ്ങളുടെ പാഠഭാഗത്ത് പറയുന്നത്. നമ്മുടെ ഭൂമി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഉള്ളറയിലേക്ക് എന്ന് പറയുന്ന ഉള്ളറകളിലേക്ക് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഭൂമിയുടെ കേന്ദ്ര ഭാഗത്ത്, അതായത് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട്, ഭൂമിയുടെ ഉള്ളറയുടെ ഒരു ചിത്രം. ഇതേ ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും കാണുന്നുണ്ട്. അതായത് ഈ മഞ്ഞ അടയാളപ്പെടുത്തിയതിൻ്റെ ഏറ്റവും മധ്യത്തിലായിട്ടുള്ള ഭാഗം, ആ ഭാഗത്തേക്കുള്ള ചൂട് എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക്? 5500 ഡിഗ്രി
സെൽഷ്യസ് ആണ് അവിടുത്തെ ചൂട്. അതായത് ഭൂമിയുടെ ഉള്ളറയിലെ ഏറ്റവും ഉൾഭാഗത്തുള്ള ഉള്ളറയിലെ ചൂടാണ് ഈ പറയുന്നത്. ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്രയും ചൂട് സഹിക്കാനുള്ള ഒരു ഇത് നമ്മൾക്കില്ല, ശക്തി നമ്മൾക്കില്ല. നമ്മുടെ തിളച്ച വെള്ളം നിങ്ങളുടെ മേത്തോട്ട് ചിന്തി എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ ശരീരം ആകെ പൊള്ളലേൽക്കും. അപ്പോൾ ഈ 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ചൂട് താങ്ങാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിന്. അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് 5500 ഡിഗ്രി സെൽഷ്യസ് താങ്ങാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല അല്ലേ? അതുകൊണ്ട് നമുക്കൊരിക്കലും ഭൂമിയുടെ ഉള്ളറയിലൂടെ അങ്ങനെ പാസ് ചെയ്യലോ, നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഭൂമി തുറന്നു പോയിക്കൂടെ എന്ന് ചോദിച്ചില്ലേ? ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണത്. നമുക്കങ്ങനെ യാത്ര ചെയ്യാൻ സാധ്യമല്ല. കാരണം ഭൂമിയുടെ ഉള്ളറ എന്ന് പറയുന്നത് അത്രയും ചൂടുള്ള സ്ഥലമാണ്. 5500 ഡിഗ്രി. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾക്ക് USSനൊക്കെ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ മനുഷ്യർ തുറന്ന്, അതായത് ഖനികളൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ, ഈ സ്വർണ്ണഖനി, അതുപോലെ കൽക്കരി ഖനി, ഇങ്ങനെ ഓരോ നമ്മുടെ ഭൂമിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ നമ്മൾ കുഴിച്ചെടുക്കുന്ന ഖനികളിലെ ഈ ഖനികളിൻ്റെയൊക്കെ മാക്സിമം ഒരു മനുഷ്യന് എത്തിച്ചെല്ലാൻ പറ്റുന്ന ഏറ്റവും ആഴം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും നീളത്തിൽ ഭൂമിയുടെ ഉള്ളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റിയത് ഇതുവരെയുള്ളതിൽ 12 കിലോമീറ്ററാണ്. അപ്പോൾ 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അതായത് നമ്മൾ പറഞ്ഞ ഈ മഞ്ഞ ഭാഗം, ഈ ചിത്രത്തിൽ കാണുന്ന ഈ മഞ്ഞ ഭാഗം, അതായത് ഭൂമിയുടെ കേന്ദ്രം എന്ന് പറഞ്ഞ ഭാഗം, 5500 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് എന്ന് പറഞ്ഞ ഈ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയുടെ മധ്യത്തിലേക്ക്, അതായത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 6371 കിലോമീറ്ററാണ്. അത്രയും കിലോമീറ്റർ നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല ഒരിക്കലും. കാരണം ഇതുവരെ 12 കിലോമീറ്ററാണ് മാക്സിമമായിട്ട് മനുഷ്യർക്ക് ചെല്ലാൻ പറ്റിയിട്ടുള്ള ഭൂമിയുടെ ഉള്ളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഭൂമിയുടെ ഉള്ളിലെ ചൂടും 5500 ഡിഗ്രിയാണ് എന്ന് മനുഷ്യർ തിരിച്ചറിഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഭൂമിയിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത നമ്മൾ എങ്ങനെയാണ് 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്നും കണ്ടെത്തിയത് എന്ന് നിങ്ങൾക്ക് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും അല്ലേ? അപ്പോൾ എങ്ങനെ ആയിരിക്കും അത്? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മനുഷ്യർ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ഇപ്പം വന്നിട്ടുണ്ടാവും അല്ലേ? അതിനായിട്ട് പർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 3 പോയിൻ്റായിട്ട് കൊടുത്തിട്ടുള്ള ഭാഗമാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്. അതായത് നിങ്ങൾ പർവ്വത സ്ഫോടനത്തിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതുപോലെ അതിൻ്റെ ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ അവൈലബിൾ ആണ്. അങ്ങനെ വരുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക്, അതായത് ഭൂമിയുടെ പുറമേയുള്ള ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെയാണ് ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കിട്ടുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്വർണ്ണഖനി, കൽക്കരി ഖനി, അങ്ങനെ ഒരുപാട് ഖനികളുണ്ട് നമ്മുടെ ഭൂമിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഭൂമിയിൽ നമ്മൾക്ക് മാക്സിമം കുഴിച്ച് എത്തിയിട്ടുള്ള ഖനിയുടെ നീളം എന്ന് പറയുന്നത് 12 കിലോമീറ്ററാണ്. ഇങ്ങനെ ഖനികളിൽ ഭൂമിയുടെ ഉള്ളിലുള്ള ഓരോ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് മുകളിലേക്ക് ഓരോ വസ്തുക്കളെ നിക്ഷേപമായിട്ട് എത്തുന്നുണ്ട്. ഇങ്ങനെ നിക്ഷേപമായിട്ട് എത്തിയിട്ടുള്ള ഭൂമിയിലുള്ള വസ്തുക്കളുണ്ട്. അത് ഈ ഖനികളിൽ നിന്നും കിട്ടുമ്പോൾ
നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഭൂമിയുടെ ഉള്ളറയിലെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത്. പിന്നെ ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന് നമുക്കറിയാം, ഭൂമികുലുക്കം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ വീഡിയോസും ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു സമയത്ത് ഭൂമിക്കുണ്ടാകുന്ന ചലനത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ആ തരംഗങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ചലനത്തിലും അതിൻ്റെ വിശകലനത്തിൽ നിന്നും ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറയിലെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നത്. ഇനി അതിൻ്റെ നേരെ താഴെ കൊടുത്തിട്ടുള്ള ഭാഗമാണ് ഭൂമിയുടെ ഘടന. ഭൂമിയുടെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം നിരീക്ഷിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ വീഡിയോയിൽ കാണുന്ന ചിത്രം നിരീക്ഷിക്കുക. നമ്മൾക്കിവിടെ കാണാം ഈ ചിത്രത്തിൽ, അതായത് ഭൂമിയുടെ ആ ഒരു രൂപത്തെ കാണാം. ഭൂമിയുടെ അതിൻ്റെ മുകളിലുള്ള നമ്മുടെയൊക്കെ ഭൂമി എന്ന് പറയുന്ന ഗ്ലോബൊക്കെ കാണുമ്പോഴുള്ള അതേ രൂപത്തിൽ ആ നീല കളറിൽ വൻകരകളും സമുദ്രഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഭാഗം കാണാം. ആ ഭാഗത്തെയാണ് നമ്മൾ ഭൂമിയുടെ ഭൂവൽക്കം എന്ന് പറയുന്നത്. അതായത് ഈ കാണുന്ന മുകൾ ഭാഗത്ത് നമ്മൾ താമസിക്കുന്ന, നമ്മൾ പെരുമാറുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് ഭൂമിയുടെ ഭൂവൽക്കം എന്ന് പറയുന്നത്. അതിന് നേരെ താഴെ ഈ വീഡിയോയിൽ കാണാം കാപ്പി നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഈ ഭാഗത്തെ എന്ത് പറയുന്നു? മാൻഡിൽ എന്ന് പറയുന്നു. അതിനകത്ത് ഓറഞ്ച് നിറത്തിൽ കാണപ്പെടുന്ന ഭാഗത്തിനെ പുറങ്കാമ്പ് എന്നും, അതിനകത്ത് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ഭാഗത്തെ അകക്കാമ്പ് എന്നും പറയുന്നു. ഇനി താഴെ കാണുന്ന പോയിന്റുകൾ നോക്കുക. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളാക്കി തിരിച്ചിരിക്കുന്നു. ഏറ്റവും പുറമേയുള്ള നമ്മൾ മനുഷ്യരൊക്കെ വസിക്കുന്ന സമുദ്രവും വൻകരകളുമുള്ള ഈ പച്ചയും നീലയും നിറത്തിലായിട്ട് നിങ്ങൾക്ക് കാണപ്പെടുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഭൂവൽക്കം എന്ന് പറയുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് പോയിക്കോളാം കേട്ടോ. ഇനി അതിന് രണ്ടാമത്തെ ലെയറായിട്ടുള്ള ഓറഞ്ച് നിറത്തിൽ അടയാളപ്പെടുത്തിയ ഭാഗത്തെ നമ്മൾ എന്താണ് പറയുന്നത്? മാൻഡിൽ. എന്താണ് പറയുന്നത്? മാൻഡിൽ എന്ന് പറയുന്നു. അതിന് അകത്ത് ഉള്ള മഞ്ഞ നിറത്തിലുള്ള ഭാഗത്തിനെ നമ്മൾ പുറങ്കാമ്പ് എന്നും, അതിനകത്ത് വീണ്ടും ഒരു ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഗോളമായിട്ടുള്ള ഭാഗത്തെ നമ്മൾ എന്ത് പറയുന്നു? അകക്കാമ്പ് എന്നും പറയുന്നു. അതായത് ക്രസ്റ്റ്, ഭൂവൽക്കം എന്ന് പറയുന്ന ഭാഗത്തിനെ നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ. മാൻഡിൽ തന്നെയാണ്. പുറങ്കാമ്പ് ഔട്ടർ കോറും അകക്കാമ്പ് ഇന്നർ കോറും എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പം നമുക്ക് എന്താണ് ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്, ഈ ഭാഗങ്ങളൊക്കെ എന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങൾ പേജ് നമ്പർ 67 പേജ് നമ്പർ 70 എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ആ ചിത്രം ഒന്ന് നിരീക്ഷിച്ച് നോക്കുക. ഇനി ഞാൻ പറഞ്ഞു തന്ന പേജ് നമ്പർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കരുത് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ കോപ്പി PDF ആയിട്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് ചെയ്തെടുത്തതാണ്. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് പുതിയതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടൻറ്റുകൾ കൂടുതലാണ്. കുറച്ചും കൂടി ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഈ പാഠഭാഗത്തുള്ളത്. അപ്പോൾ നമുക്കെന്തായാലും ഇതിലേക്ക് കടക്കാം. ഭൂവൽക്കം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് എന്നുള്ളത്. ഏറ്റവും നേർത്ത പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. അതായത് ഭൂവൽക്കം എന്ന് പറയുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും നേർത്തത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കട്ടി കുറഞ്ഞ, കുറച്ചും കൂടി നേർത്ത പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം,
ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. നമ്മൾക്കറിയാം നമ്മുടെ ഭൂമിയുടെ ആ ഒരു ചിത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭൂമിയിൽ നീല നിറം ഉള്ള ഭാഗമൊക്കെയും സമുദ്ര ഭൂവൽക്കവും പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ജനങ്ങൾ വസിക്കുന്ന ഈ വൻകര ഭാഗങ്ങളൊക്കെ എന്താണ് വൻകര ഭൂവൽക്കം എന്ന് അറിയപ്പെടുന്നു. ഈ പോയിന്റ് ഇപ്പം തന്നെ ഇവിടുന്ന് പഠിച്ചിട്ട് പോവാ. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. അതായത് സമുദ്രഭാഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൻകര ഭാഗത്തിനാണ് എന്ത് കനം കൂടുതൽ. ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. അപ്പോൾ ഏറ്റവും കനം കൂടിയ ഭാഗം എവിടെയാണ്? പർവ്വത പ്രദേശമാണ്. അവിടെ ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററാണ് കനം. നമ്മൾ നേരത്തെ പറഞ്ഞ് സമുദ്ര ഭൂവൽക്കത്തിന് കനം കുറവാണ്, കനം കൂടുതൽ വൻകര ഭൂവൽക്കത്തിനാണ്. ഈ വൻകര ഭൂവൽക്കത്തിൻ്റെ ശരാശരി കനമാണ് 30 കിലോമീറ്റർ. ഈ ഭാഗത്ത് തന്നെയുള്ള പർവ്വതങ്ങളുടെ ഭാഗത്തിൻ്റെ കനം എത്രയാണ്? 70 കിലോമീറ്ററാണ്. അതിനുശേഷം അതിൻ്റെ നേരെ താഴെയായിട്ട് മഞ്ഞ കളറിൽ അടയാളപ്പെടുത്തിയ ഭാഗം എന്താണ്? മാൻറ്റിൽ എന്ന് പറയുന്ന ഭാഗമാണ്. എന്താണ് പറയുന്നത്? മാൻറ്റിൽ. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻറ്റിൽ. അത് നമുക്ക് ആ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവാൻ പറ്റുന്നുണ്ട് അല്ലേ? താരതമ്യേന കനമുള്ളതാണ് ഈ ഭാഗം. ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു. നമ്മളപ്പോൾ എന്താ പഠിച്ചിരുന്നത്? ഭൂമിയുടെ ദൂരം എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? 6371 കിലോമീറ്റർ ദൂരമുണ്ട് ഭൂമിയുടെ ഉള്ളറയിലേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാൻറ്റിലിൻ്റെ ഏകദേശ ദൂരം, അതായത് ഏകദേശം 2900 കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ച് കിടക്കുന്നു. അത് അത്രയും സ്ഥലത്ത് പടർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് എന്ത്? മാൻറ്റിൽ എന്ന് പറയുന്നത്. ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞു ഭൂവൽക്കം ഏറ്റവും മുകളിലാണ്, അതിന് താഴെയായിട്ടുള്ള ഭാഗമാണ് മാൻറ്റിൽ. അപ്പോൾ ഈ ഭൂവൽക്കവും അത് മാൻറ്റിലുമായി കൂടിച്ചേരുന്ന ആ മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നിട്ടുള്ള ആ ഭാഗത്തെ എന്താണ് പറയുന്നത്? ഉപരിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകൾ ഭാഗം. മാൻറ്റിലിൻ്റെ മുകൾ ഭാഗവും ഭൂവൽക്കത്തിൻ്റെ കൂടിച്ചേരുന്ന ആ ഒരു ഭാഗവും ചേർന്നുള്ള ഭാഗത്തെ എന്ത് പറയുന്നു? ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നു. ശിലാപദാർത്ഥങ്ങൾ ഉരുകിയിട്ടുള്ള അർദ്ധദ്രാവകാവസ്ഥയിലുള്ള അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? മാഗ്മ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ കാണപ്പെടുന്ന ഈ മാഗ്മ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? അസ്തനോസ്ഫിയർ. എന്നാൽ ഈ അസ്തനോസ്ഫിയറിൻ്റെ താഴെയായിട്ടുള്ള ഭാഗം ഏതവസ്ഥയിലാണ്? അത് വീണ്ടും ഖരാവസ്ഥയിലാണ്. വീണ്ടും ഖരാവസ്ഥയിലാണെന്ന് പറയാനുള്ള കാരണം ഈ മാൻറ്റിലിൻ്റെ മുകൾ ഭാഗത്തുള്ള ഭൂവൽക്കം ഖരാവസ്ഥയിലാണ്. അതിന് താഴെയായിട്ടുള്ള ഭൂവൽക്കം ശിലാമണ്ഡലത്തിന് താഴെയായിട്ടുള്ള ഭാഗമോ അവിടെ അർദ്ധദ്രാവകാവസ്ഥയിലും വീണ്ടും അതിന് താഴെയുള്ള അസ്തനോസ്ഫിയറിന് താഴെയായിട്ടുള്ള ഭാഗം ഖരാവസ്ഥയിലുമാണ്. അതിനുശേഷം മാൻറ്റിലിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഭാഗം ഏതാണ്? ഔട്ടർ കോർ, ഇന്നർ കോർ, അതായത് പുറം കാമ്പ്, അകക്കാമ്പ് എന്ന് അറിയപ്പെടുന്ന ഭാഗം. ഈ 2 ഭാഗത്തിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാമ്പ്, കോറ് എന്നുള്ള ഇത് കൊടുത്തിട്ടുള്ളത്. മാൻറ്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിന്
പുറംകാമ്പ്, അകംകാമ്പ് എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു മാൻഡിലിൻ്റെ അസ്തനോസ്ഫിയറിൻ്റെ ആ ഭാഗത്ത് അർദ്ധദ്രാവകാവസ്ഥയാണ്, അതിന് താഴേക്ക് ഖരാവസ്ഥയാണ്. അതിനോട് ചേർന്നിട്ടുള്ള പുറംകാമ്പ് എന്ന് പറയുന്ന ഭാഗം ദ്രാവകാവസ്ഥയിലും അതിൻ്റെ ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗമായിട്ടുള്ള അകക്കാമ്പ് എന്ന് പറയുന്ന ഭാഗം ഖരാവസ്ഥയിലുമാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? പുറംകാമ്പ് എന്ന് അറിയപ്പെടുന്ന ഭാഗം ദ്രാവകാവസ്ഥയിലും അതിന് അകത്തുള്ള അകക്കാമ്പ് എന്ന് പറയുന്ന ഭാഗം ഖരാവസ്ഥയിലുമാണ്. കാമ്പ് മുഖ്യമായും നിക്കൽ Ni എന്ന് പറയുന്നത് നിക്കൽ, ഇരുമ്പ് അയൺ, ഈ ലോഹങ്ങൾ രൂപം കൊണ്ടതാണ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതിനാൽ കാമ്പിന് നിക്കലിൻ്റെ Niയും ഇരുമ്പിൻ്റെ Fe എന്ന് അടയാളപ്പെടുത്തുന്ന NiFe ചേർത്തിട്ട് നിഫെ എന്നും കാമ്പിനെ വിളിക്കുന്നുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചിട്ട് എവിടെ എത്തി? നമ്മൾ ആദ്യം പറഞ്ഞത് എന്തേനു? ഭൂമിയുടെ ഉള്ളിലെ ചൂട് എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 6371 കിലോമീറ്ററാണ്. നമ്മൾ ഭൂമിയുടെ ഉള്ളിലുള്ള അവസ്ഥകളെക്കുറിച്ച് അറിയുന്നത് അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെയും ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിക്കുന്ന വസ്തുക്കളെ പരിശോധിച്ചിട്ടുമാണ്. പിന്നെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ഭൂകമ്പത്തിൽ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്തുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഘടന, ഭൂമിയുടെ ഏറ്റവും പുറം ഭാഗം ഭൂവൽക്കം, അതിനു ശേഷം മാൻഡില്, പുറംകാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെയുള്ള ഭാഗങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഭൂവൽക്കത്തിന് ഏറ്റവും നേർത്ത പാളിയാണ്, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള നേർത്ത ഭാഗമാണ് എന്ത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. ഇവിടെ ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു. സമുദ്ര ഭൂവൽക്കം എന്നും വൻകര ഭൂവൽക്കം എന്നും ഇങ്ങനെ 2ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് മാൻഡിൽ എന്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മാൻഡിൽ 2900 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു എന്നും നമ്മൾ പറഞ്ഞു. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ എന്ത് വിളിക്കുന്നു? ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകിയിട്ട് ഒരു അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം എന്താണ്? അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞു. അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷമുള്ള ഭാഗമാണ് കാമ്പ് എന്ന് പറയുന്നത്. കാമ്പ് 2 എണ്ണമാണ്, പുറംകാമ്പ്, അകക്കാമ്പ് എന്നും. പുറംകാമ്പ് ദ്രാവക അവസ്ഥയിലാണെന്നും അകക്കാമ്പ് ഖരാവസ്ഥയിലാണെന്നും പറഞ്ഞു. ഈ കാമ്പിനകത്തുള്ള പ്രധാനമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? നിക്കൽ, Ni, ഇരുമ്പ്, Fe എന്നീ ലോഹങ്ങൾ കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ളതാണ്. അതിനാൽ കാമ്പിനെ നമ്മൾ എന്ത് പറയുന്നു? നിഫെ എന്നും പറയുന്നു. അങ്ങനെ കാമ്പിന് അകത്തെ ചൂട് എത്രയാണ്? അതായത് ഭൂമിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭൂമിയുടെ ചൂടാണ് 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതും പറയാവുന്നതാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വോയിസ് കട്ടാവുന്നത്, ശബ്ദം പോകുന്നതൊക്കെ, അപ്പോൾ വീഡിയോയിൽ ഇടയ്ക്ക് കിതപ്പ് വരുന്നത്, അതുപോലെ ശബ്ദം പോകുന്നതൊക്കെ, ഞാൻ 9th മന്ത് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കിതപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഒരു വീഡിയോയിൽ ശല്യമായിട്ട് ആ ഒരു കിതപ്പൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോറി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ബാക്കിയുള്ള പാഠഭാഗങ്ങളൊക്കെ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.